ഹലോ ഗൈസ്, എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തലയിൽ ഇടുന്ന ഒരു പാക്കുമായിട്ടാണ് കേട്ടോ. ഇവിടെ ഈ ക്ലൈമറ്റ് ഒക്കെ അങ്ങ് ചേഞ്ച് ആവുമല്ലേ, അപ്പൊ തന്നെ എനിക്കൊന്ന് മൂട്ടിക്കൊഴിച്ചിൽ അങ്ങ് തുടങ്ങി. തണുപ്പ് മാറി പെട്ടെന്ന് അങ്ങ് ചൂടാവും, അങ്ങനത്തെ ഒരു കാലാവസ്ഥ ഇപ്പൊ ഉള്ളത് ഇവിടെ. അപ്പൊ എന്റെ മുടിന്ന് വെച്ചാൽ ഒരു 2-3 മാസമായിട്ട് എന്റെ മുടിയിൽ ഇതേ കണക്കാണ് എന്റെ കൊഴിഞ്ഞു പോണത്. ഇത് ഓരോ ദിവസത്തെയാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട് ഒന്നും ഒരു ഡെപ്പയിലിട്ട് എടുത്തു വെച്ചതാണ്. ഒരുപാട് കൊഴിഞ്ഞു പോകണുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അതിന് വേണ്ടിട്ട് ഒരു പാക്ക് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. ഒരുപാട് പാക്കുകൾ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് റെഡി ആവണില്ല. അങ്ങനെ ഞാൻ 2 ആഴ്ചയായിട്ട് ഇപ്പൊ ഒരു പാക്ക് കണ്ടിന്യൂസ് ആയിട്ട് തേക്കുന്നുണ്ട്. അതിപ്പോ എനിക്ക് വർക്ക്ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കാം അതെങ്ങനെയാന്ന് നോക്കാം. ഇതുണ്ടല്ലോ, ഒരു ഉള്ളിയാണ് കേട്ടോ. ഒരു ഉള്ളി സവാളയല്ലേ, സവാള ഉള്ളി, അതാണ് ഒരു വലിയ വലിപ്പമുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മുടിയുടെ അളവിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 1.5 എടുത്തോളൂ. അപ്പൊ അതൊന്ന് എടുത്തിട്ട് ഒന്ന് കഴുകി അരിഞ്ഞ് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ. ഇത് ഈ ഒരു പരുവത്തിൽ കിട്ടണം. ഇനി നിങ്ങൾക്കിടയിൽ ജ്യൂസ് ആണല്ലെങ്കിൽ അതായാലും ഓക്കെയാണേ. സവാള ജ്യൂസ് എടുത്താൽ മതി എന്നുള്ളവർക്ക് അത് ഓക്കെയാണ്. ഞാനിപ്പോൾ ഇത് അരച്ചാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഒലിവ് ഓയിലാണ് കേട്ടോ. ഒരു സ്പൂൺ ഒലിവ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ആവണക്കെണ്ണ ഉണ്ടല്ലോ, ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എന്നൊക്കെ പറയും, അതുണ്ടെങ്കിൽ അതും കൂടി ഒരു സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ട് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇത് ഈ സവാളയിലോട്ട് നന്നായിട്ട് പിടിച്ചു കിട്ടണം. ഇനി ഇതിനകത്തേക്ക് മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള മുട്ടയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എഗ്ഗ് ഒന്ന് ചേർത്ത് കൊടുക്കാണ് കേട്ടോ. ഒരു എഗ്ഗാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാണ്. അതിന്റെ മഞ്ഞൊന്നും എടുത്ത് മാറ്റുന്നില്ല കേട്ടോ. ഇത് ഫുള്ളായിട്ട് ചേർത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുവാണേ. അപ്പൊ അതെ, ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടും കേട്ടോ. എന്റെ മുടിയാണെങ്കിൽ ഭയങ്കര കൊഴിച്ചിലാണ് കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ഇങ്ങോട്ട് മാറുമ്പോഴേ മുടിക്ക് ഇതൊന്നും പറ്റത്തില്ല. ചൂട് വെള്ളമൊക്കെ അല്ലേ, അപ്പൊ തണുപ്പ്, ഇവിടെ തണുപ്പാണെങ്കിൽ അങ്ങ് ഭയങ്കര തണുപ്പാ, ചൂടാണെങ്കിൽ അങ്ങോട്ട് ഭയങ്കര ചൂടാ. അപ്പൊ ഇപ്പോഴും ഞാൻ വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടാണ് തല കഴുകണേ. ഒന്നരാടോ ഞാൻ തല കഴുകുന്നേ. പക്ഷെ എന്നാ പോലും എനിക്കങ്ങ് ഭയങ്കര മുടി കൊഴിച്ചിൽ കൊഴിഞ്ഞിട്ട് അങ്ങ് തലയുടെ ഓട്ടി വരെ തെളിഞ്ഞു കാണാൻ പാകത്തിനായെന്നേ. അപ്പൊ ഞാൻ ഈ ഒരു മിശ്രിതമാണ് ഇപ്പൊ 2 ആഴ്ചയായിട്ട് ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു മാറ്റം ഉണ്ട് കേട്ടോ. ചെറിയ ചെറിയ സ്മോൾ ഹെയർ ഇങ്ങനെ വരുന്നുണ്ട് നെറ്റിന്നൊക്കെ. ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. പിന്നെ എനിക്കൊരു കാര്യം പറയാൻ കേട്ടോ, ഇത് ഡിസ്ക്ലൈമർ ആയിട്ട് തന്നെയാണ് ഞാൻ പറയണേ കേട്ടോ. ഇതിനകത്ത് നമ്മൾ എഗ്ഗ് ചേർക്കുന്നുണ്ട്, അതുപോലെ തന്നെ സവാള നീരാണ് ചേർക്കുന്നത്. അതുകൊണ്ട് നല്ല സ്മെല്ലുണ്ട്. അതും വളരെ ബാഡ് സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ഇത് തേക്കുന്നതിന് മുന്നേ നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അതൊന്ന് തലയിൽ പുരട്ടി കൊടുക്കണം കേട്ടോ ആദ്യം തന്നെ. അതിനുശേഷം വേണം നമ്മുടെ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്യാൻ. അത് മുടിയിലൊന്നും അപ്ലൈ ചെയ്യണമെന്നില്ല, നിങ്ങൾ തലയൂട്ടിൽ മാത്രം ഒന്ന് അപ്ലൈ ചെയ്യാം. അതിനുശേഷം നല്ലൊരു ഷാമ്പു ഇട്ടിട്ട് വേണം കഴുകിക്കളയാൻ. അതുകൊണ്ട് എണ്ണ ആദ്യം തന്നെ തേച്ച് കൊടുക്കണം. അതല്ലാണ്ട് നമ്മൾ ഈ പാക്ക് ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഷാമ്പു ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഫ്രിസി ആയി പോവും, മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത് ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യാവേ. ഞാൻ അപ്ലൈ ചെയ്യാൻ എങ്ങനെയാണെന്നറിയോ, ഞാൻ ആദ്യം തന്നെ ഞാൻ തേക്കുന്ന എണ്ണ ഞാൻ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ടാണ് ഞാൻ പാക്ക് അപ്ലൈ ചെയ്യാറ്. എൻ്റെ മുടിയിൽ നല്ലതായിട്ട് എണ്ണയുണ്ട് കേട്ടോ. ഞാനിപ്പോ 2 ആഴ്ചയായിട്ട് ഇത് തേക്കുമെന്ന് പറഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ എണ്ണ കഴുകി കളയണില്ല അധികമൊന്നും. ചെറിയ സ്മെല്ലുണ്ട്, അതുകൊണ്ട് നല്ലൊരു ഷാമ്പു വെച്ചിട്ട് വേണം കേട്ടോ നമ്മളിതൊന്ന് കഴുകി കൊടുക്കാനേ. അപ്പൊ ഞാനൊന്ന് എണ്ണ അപ്ലൈ ചെയ്തിട്ട് വരാവേ. അപ്പോഴേ ഞാനൊന്ന് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. ഞാനിത് കാച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്.
കാച്ചെണ്ണയിൽ റോസ്മേരി ഒന്ന് വറുത്തിട്ട് പൊടിച്ച് ഇട്ട് കേട്ടോ ഇതിനകത്തോട്ട്. അതാണ് ഇങ്ങനെ ഒരു തരിതരിപ്പായിട്ട് ഞാൻ ചില്ലുകുപ്പിയിലാണ് കേട്ടോ എൻ്റെ എണ്ണ സൂക്ഷിക്കാം. അതാകുമ്പോൾ നല്ല തണുപ്പുണ്ടാവും. താരന്റെ ശല്യം ഉണ്ടെങ്കിൽ ഈ ഉള്ളിയൊക്കെ ഉപയോഗിക്കുമ്പോഴേ അങ്ങ് പോയി കിട്ടുകയും ചെയ്യും കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് ഇതിലൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ നല്ലതാണ്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ അവരെയും കൊണ്ട് ഒന്ന് തല മസാജ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ സുഖം കേട്ടോ. ഇതിപ്പോ എനിക്കിവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ മസാജ് ചെയ്ത് കൊടുക്കുവാണേ. ഒരു 10-20 മിനിറ്റ് ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോഴേ ഇങ്ങനെ തലയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ എന്തെങ്കിലുമൊക്കെ ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് കേട്ടോ. നാടൊക്കെ വിട്ട് നിൽക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴും കാച്ചെണ്ണ കേട്ടോ ഉപയോഗിക്കണേ. ഞാൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എണ്ണ ഞാൻ ഒരു 1.5 വർഷം മുന്നേ കാച്ചി വെച്ചിരുന്ന എണ്ണ കേട്ടോ. ഞാൻ കുറെ കാച്ചി വെക്കും. എനിക്ക് എപ്പോഴും ഇങ്ങനെ കാച്ചാനൊന്നും വയ്യ എണ്ണ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം തന്നെ കാച്ചി വെക്കും കേട്ടോ. തലയൂട്ടിക്ക് വേണ്ടിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാൻ എല്ലാത്തിനും എണ്ണ എത്തണം. അതുപോലെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടൊക്കെ വെച്ചിട്ടേ ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ടെൻഷൻ അടിച്ചിരുന്നിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ല കൂളായിട്ട് ഇരുന്നിട്ട് വേണം ഇതെല്ലാം ചെയ്യാൻ. അപ്പൊ നല്ലതായിട്ട് എഫക്റ്റ് ആവുവേ. നിങ്ങളിത് തേക്കുമ്പോഴുണ്ടല്ലോ ഒരു കൊള്ളൂലാത്ത ഡ്രസ്സോട്ട് ഇടാൻ, അതായത് വീട്ടിൽ കൂടെ ഒക്കെ ഇട്ടിട്ട് പഴകിയ ഏതെങ്കിലും ഡ്രസ്സ് ഉണ്ടല്ലോ അത് വേണം ഇട്ടിട്ട് വേണം ഇത് തേച്ചു കൊടുക്കാൻ. പിന്നെ ആ ഡ്രസ്സ് യാതൊന്നിനും കൊള്ളത്തില്ല. കാരണം ഡ്രസ്സിലൊക്കെ ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ എത്ര കഴുകിയാലും ഇത് സ്മെല്ല് അങ്ങോട്ട് പോകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നെ കേട്ടോ. നിങ്ങൾ നല്ല പുതിയ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ തേച്ചിട്ട് നിങ്ങളുടെ ആ ഉടുപ്പ് പോയി കഴിഞ്ഞാൽ ഒന്നും പറയരുത്. നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണേ. ഞാനിങ്ങനെ ചില്ലുപ്പിൽ സൂക്ഷിക്കണോണ്ടേ എണ്ണയ്ക്ക് ഭയങ്കര തണുപ്പാണ്. ഇത് ഞാൻ കാച്ചി എടുത്തൊരു എണ്ണയാണ് കേട്ടോ. ഇത് എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നിട്ട് ഒരുപാട് സാധനങ്ങൾ, ഒരു 10-25 സാധനങ്ങളെങ്കിലും ഇട്ടിട്ട് കാച്ചിയ ഒരു എണ്ണയാണിത്. 2-3 തരത്തിലുള്ള ഓയിലുകളാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. എണ്ണ ചേർത്തിട്ടുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, അങ്ങനെ ഒരുപാട്. എള്ളെണ്ണയാണ് ഞാൻ ഇതിനകത്ത്, എള്ളെണ്ണയും വെളിച്ചെണ്ണയും ഒക്കെ ചേർത്തിട്ട് നല്ല സൂപ്പറായിട്ട് കാച്ചിയതാണ് കേട്ടോ. നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞാൻ ഈ സാധനങ്ങൾ പച്ചമരുന്നൊക്കെ കൊണ്ടുവന്നിട്ട് അതൊക്കെ വെച്ച് കാച്ചതാണ്. ഭയങ്കര എഫക്റ്റീവ് ആണ്, നല്ല കൂളിംഗ് എഫക്റ്റ് ആണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തേക്കാൻ വിട്ടുപോകും. അപ്പോഴാണ് എൻ്റെ മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നത്. പിന്നെ ഈ ക്ലൈമറ്റ് നമുക്ക് പറ്റത്തേ ഇല്ല. ക്ലൈമറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് മെയിനായിട്ട്. അങ്ങനെയാണ് ഈ പ്രവാസികളുടെ മുടിയൊക്കെ ഊരിപ്പോണം കേട്ടോ. അപ്പൊ ഞാൻ എണ്ണയൊക്കെ നന്നായിട്ട് തേച്ചിങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാവോ? ഇനി ഇതൊന്ന് തേച്ചു കൊടുക്കാവേ. അപ്പൊ നമ്മുടെ ഈ മിശ്രിതം നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒരു ടിഷ്യൂല് മുക്കിയിട്ടാണ് ഞാൻ തേച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ടിഷ്യൂല് മുക്കുക, ഇങ്ങനെ ഒപ്പിക്കൊടുക്കുക. നമ്മളിങ്ങനെ ഓരോ വകച്ചിലെടുക്കണം കേട്ടോ. വകച്ചിലെടുത്തിട്ട് വേണം ചെയ്യാന്. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാന് എണ്ണയൊക്കെ തേക്കണൊക്കെ മുമ്പ് കെട്ടൊക്കെ അറുത്ത് വെച്ചാണേ. ടാങ്കിൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല മുടിയില്. മുഖത്തും ആവരുത് കേട്ടോ ഈ ഒരു മിശ്രിതം. മുട്ടയൊക്കെ ഉള്ളതുകൊണ്ടേ കുരു വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. മുഖത്താവാണ്ട് വേണം ഇതൊന്ന് തേച്ചു കൊടുക്കാം. വളരെ ശ്രദ്ധാപൂർവം വേണം തേച്ചു കൊടുക്കാൻ കേട്ടോ. തേച്ചിട്ട് പതിയെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം.
അപ്പോഴേ ഞാൻ നന്നായിട്ട് ഇത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സ്മെല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇവരെന്നെ ഈ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കും. അതിനു മുമ്പ് ഞാൻ ബാത്റൂമിലേക്ക് നീങ്ങാണ് കേട്ടോ. അവിടെ പോയിട്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാം. ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഇത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈ വെച്ചിട്ട് വിരൽ വെച്ചിട്ട് ഇതിങ്ങനെയാണ് മസാജ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ മുടി പൊട്ടി പോവാനും പാടില്ല. ഇങ്ങനെ 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 മസാജ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് കുളിക്കാം കേട്ടോ. കുളിക്കുമ്പോൾ വെള്ളം നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ട് തല കഴുകുക. അതിനുശേഷം ആദ്യം തന്നെ ഒരു 2-3 ബക്കറ്റ് ഉപയോഗിച്ചിട്ട് തല കഴുകി ഇതൊന്ന് ഈ ചണ്ടിയൊക്കെ ഉണ്ടാവുമല്ലോ ഇതിൻ്റെയൊക്കെ അതെല്ലാം ഒന്ന് കഴുകി കളയണം. അതിനുശേഷം കുറച്ച് ഷാമ്പു എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലൊന്ന് പതപ്പിക്കണം. അതിനുശേഷം വേണം നമ്മൾ തലയിലോട്ട് അപ്ലൈ ചെയ്യാൻ. അല്ലാണ്ട് ഷാമ്പു ഡയറക്റ്റ് ആയിട്ട് ചിലരിങ്ങനെ കയ്യിലിട്ട് പതിപ്പിച്ച് അപ്ലൈ ചെയ്യണമാണോ? അങ്ങനെ ചെയ്തിട്ട് ഒരു കാരണവശാലും സ്മെല്ല് ഉണ്ടാവും. ഒരു 2-3 കുളിക്ക് ശേഷം ഇത് റെഡി ആവും. ഈ ഒരു സ്മെല്ല് മാറി കിട്ടുവേ. പിന്നെ ഇതൊരാഴ്ചയിൽ 2-3 പ്രാവശ്യമാണ് ഞാൻ ചെയ്തു കൊടുക്കാറ്. നിങ്ങളും അങ്ങനെ ഒന്ന് ചെയ്തു നോക്കുക. അറ്റ്ലീസ്റ്റ് ഒരു വീക്ക്ലി വൺസ് എങ്കിലും ചെയ്തു നോക്കുക. ഇത് വളരെ എഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിന്ന് കേട്ടോ. പെട്ടെന്ന് എനിക്കെന്ന് വെച്ചാൽ ഒത്തിരി മുടി കൊഴിച്ചിലുണ്ടായിരുന്നു. മുടി പോക്കുവാന്ന് വെച്ചാൽ എനിക്ക് ഇത്ര കട്ടിയായിട്ട് എൻ്റെ മുടി ഇങ്ങനെ കൊഴിഞ്ഞു പോവുക. അതൊക്കെ ഇപ്പോൾ ഒറ്റയടിക്ക് ഇത് ഒന്ന് തേച്ച് 2 ആഴ്ചക്കുള്ളിൽ എൻ്റെ മുടി കൊഴിച്ചിൽ പാടി മാറി കേട്ടോ. അത് മാത്രമല്ല ഇത് കണ്ടോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഷോർട്ട് ഹെയർ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് കണ്ടോ ഇങ്ങനെ ഷോർട്ട് ഹെയർ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് തേച്ചിട്ടാണ്. നല്ല എഫക്റ്റീവാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം ഞാൻ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. അപ്പം നെറുകയിൽ കുറച്ച് രാസനാഥ് തിരുവി കൊടുക്കുകയാണേ. കാരണം ഈ 20 മിനിറ്റൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോഴുണ്ടല്ലോ എൻ്റെ തലയിലിട്ട് ഇളകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ രാസനാഥി ഉപയോഗിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ പാക്കൊക്കെ ഉപയോഗിക്കുകയാണെങ്കിലോ രാസനാഥി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയ സ്മെല്ലുണ്ട്. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഷാമ്പു ഉപയോഗിച്ചത് ഞാൻ സ്മെല്ല് മാറാനാണ് കേട്ടോ. അല്ലാണ്ട് തന്നെ നമ്മൾ ഈ പാക്ക് ഉപയോഗിക്കുമ്പോഴേ ഒരു ചെറിയ ഫ്രിസി ആവുന്നുണ്ട്. അതുകൊണ്ട് ഒത്തിരി അങ്ങോട്ട് ഷാമ്പു നിങ്ങളുടെ തലയിലിട്ട് അപ്ലൈ ചെയ്തിട്ടോ. അല്ലെങ്കിൽ ഷാമ്പു അത്ര നല്ലതൊന്നും അല്ല മുടിക്ക്. അതുപോലെ ഡെയിലി ആയിട്ട് നമ്മൾ ഷാമ്പു ഇട്ട് കഴുകണത് നല്ലതല്ല. ആഴ്ചയിൽ ഒരു തവണയൊക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് കേട്ടോ. എന്നും അങ്ങനെ ഷാമ്പു ഉപയോഗിക്കാറില്ല. അപ്പം അതനുസരിച്ചിട്ട് വേണം നമ്മൾ എണ്ണ തലയിൽ അപ്ലൈ ചെയ്യാൻ. അപ്പോൾ അതേ പാക്കൊക്കെ ഉപയോഗിച്ച് മുടിയൊക്കെ കഴുകി ഞാൻ വന്നു. മുടി കണ്ടോ ഇങ്ങനെയായിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുടി ഉണങ്ങിയിട്ടില്ല. ഇതാണ് എൻ്റെ മുടി ഇങ്ങനെ ഇറ്റിറ്റ് വെള്ളം വീഴുവാണേ. അതുകൊണ്ടാണ് ഞാൻ കാണിച്ചു തരാത്തത് കേട്ടോ. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ പാക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ മുടി ഇതുപോലെ കൊഴിഞ്ഞു പോകുന്നുണ്ട്, അങ്ങനെ ടെൻഷനായിട്ട് ഇരിക്കുവാണെങ്കിൽ ഈ പാക്ക് എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ